നമസ്കാരം. ട്രംപിന്റെ കൊടും ചതിയാണ് ഇപ്പോൾ നെതന്യാഹു കാണുന്നത്. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രശ്നവും തിരിച്ചടിയുമായി മാറുന്നത്. ട്രംപ് ഇങ്ങനെ രണ്ട് കൈയും മലർത്തി കാണിക്കുമെന്ന് ഒരിക്കലും നെതന്യാഹു വിചാരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പക്കൽ എവിടെ നിന്നാണ് ഇത്രയും ആയുധം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പക്കൽ എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതവർക്ക് വരുന്നത് എവിടെ നിന്നുമല്ല, ട്രംപിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ്. ഗസയെ ഇസ്രായേൽ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നട്ടലായി പ്രവർത്തിക്കുന്നത് ട്രംപും അമേരിക്കയും തന്നെയാണെന്ന് നന്നായി പറയാൻ സാധിക്കും. ഇസ്രായേലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂരിഭാഗ ആയുധ ശേഖരങ്ങളും ഗാസ നശിപ്പിക്കുമ്പോഴും ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകുകയും ഇസ്രായേലിന് ഇതുപോലെ എങ്ങനെ യുദ്ധം നടത്തണമെന്നും ഗാസയെ ഇല്ലാതാക്കണമെന്നുള്ള ശക്തിയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ ബുദ്ധിയാണ്, ഒരു കുറുക്കന്റെ ബുദ്ധി. ഇസ്രായേൽ ഇത്രയും നാളും ഗാസയുടെ മുകളിൽ ചവിട്ടിയത് അമേരിക്കയുടെ പിൻബലത്തോടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് ഇത്രയും ധൈര്യം ഒരിക്കലും ലഭിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ കൂട്ടുകെട്ട്, ഇതാണ് ഇസ്രായേലിന് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഇസ്രായേലിന് തിരിച്ചടി എന്ന തരത്തിലുള്ള ചർച്ചകൾ ദിനംപ്രതി കൂടുകയാണ്, കരുത്താർജിക്കുകയാണെന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം മുതൽ തന്നെ ഇസ്രായേലിന് കുറച്ച് നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ കാര്യങ്ങൾ അല്പം പന്തിയല്ല എന്നാൽ തോന്നൽ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് പറയാം. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ തന്നെ ട്രംപിന്റെ സമീപകാല പര്യടനം ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ ഗാസയ്ക്കെതിരെയായി മാറുമോ എന്നുള്ള സംശയം പോലുമില്ല. കാരണം ഇവരൊന്നും തന്നെ ഗാസയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണെന്ന് ഏറ്റവും കൂടുതൽ സമ്മതിക്കുന്ന രാജ്യങ്ങളാണ് ഇവരെല്ലാം. അവിടെയെല്ലാം പോയി ട്രംപ് തന്റെ സൗഹൃദം പുതുക്കുമ്പോൾ ട്രംപ് ഇനി എങ്ങനെയാണ് ഇസ്രായേലിനെ സഹായിക്കുക? പശ്ചിമേഷ്യൻ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ഉറപ്പിച്ചതോടെയാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടുതൽ വിഷമഘട്ടത്തിലേക്ക് ആക്കിയിരിക്കുന്നതെന്ന് പറയാം. അറബ് രാജ്യങ്ങളുമായി തന്നെ ആയുധങ്ങൾ, ബിസിനസ്സുകൾ, സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകൾ, സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവ നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി തന്നെ കാണപ്പെടുന്ന വിഷയങ്ങളാണെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഗാസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഈ അറബ് രാജ്യങ്ങളുമായാണ് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണ രാജ്യമായ അമേരിക്ക നയതന്ത്ര ബന്ധം ശക്തമാക്കിയിരിക്കുന്നതെന്ന് കൂടി പറയണം. ഇതാണ് ഇപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടിയായി ഭാവിച്ചതും. അതുപോലെ തന്നെ നെതന്യാഹു ഇപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നത് ട്രംപിന്റെ ഈ ചതി കാരണമാണെന്ന് പറയാം. സൗദി അറേബ്യയിലൊക്കെയുള്ള പര്യടനമൊക്കെ ശരി, ഇനി അവിടെ ചെന്നിട്ട് നിങ്ങൾ ഗസയെ ഇല്ലാതാക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ട്രംപ് അതിന് മറുപടി പോലും നൽകുന്നില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതിനിടെ സൗദി അറേബ്യയുടെ മധ്യസ്ഥയിൽ സിറിയൻ ഭരണാധികാരി അൽ ഷാരയുമായി തന്നെ ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതും ഇസ്രായേലിന് അത്ര രസിച്ചിട്ടുണ്ടാവില്ല. സുന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ നയതന്ത്ര മന്ത്രം ഇസ്രായേലിന്റെ പ്രധാന എതിരാളികളായ ഇറാനുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധത്തിലാകാൻ സാധ്യതയുണ്ട് എന്നതും വളരെയധികം തന്നെ ശക്തമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല സിറിയയിലും ഇനി ഇസ്രായേലിനെ അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല. പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായുള്ള ട്രംപിന്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രായേലിന് കല്ലുകടിയായി തന്നെ മാറിയെന്ന് പറയാം. ഈ നയതന്ത്രജ്ഞൻ ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലുള്ള ട്രംപിന്റെ പര്യടനം വെറും ഒരു വിജയയാത്ര മാത്രമായിരുന്നില്ല എന്ന് പറയാം. ഇസ്രായേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെയാണ് കൂടുതൽ ശക്തമാക്കാൻ ട്രംപിനാകുന്നത്. ഗാസ സംഘർഷം തന്നെ ഇത്രയും വർഷങ്ങളാക്കിയത് അല്ലെങ്കിൽ വഷളാക്കിയത് നെതന്യാഹുവിന്റെ ചില നയങ്ങളാണെന്ന് ട്രംപ് ഈ അടുത്ത് കൂടി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെ തന്നെ ട്രംപ് പതിയെ പതിയെ മാറുന്നുണ്ടെന്നും കാല് വാരുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ വലിയ രീതിയിലൊന്നും അറിവ് വേണമെന്നില്ല. ഇത് നെതന്യാഹുവിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അമേരിക്ക ചിലപ്പോൾ ഇങ്ങനെ പരസ്യമായി പറഞ്ഞ അടിയിൽ കൂടി സഹായിക്കുമെന്നായിരിക്കും നെതന്യാഹു കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ട്രംപിന് അത് സാധിക്കില്ല എന്ന് നെതന്യാഹു മനസ്സിലാക്കണം. കാരണം അറബ് രാജ്യങ്ങളുമായി കൂടി കഴിഞ്ഞാൽ ഇനി ട്രംപിന് അനങ്ങാൻ പോലും സാധിക്കില്ല. അറബ് രാജ്യങ്ങൾ അത്രയേറെ പവർഫുൾ രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം. അവരുമായി സൗഹൃദത്തിൽ പോകാതെ ട്രംപിന് മുന്നോട്ട് പോകാനും ആകില്ല. ഒരു നെതന്യാഹുവിനെ വെച്ച് ട്രംപിന് ജീവിക്കാനാവില്ല എന്ന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഗാസയെ തൊടാൻ ഒരിക്കലും സഹായിക്കില്ല. ഇസ്രായേലിനോട് വെടിവെക്കരുതെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്നോ പോലും പറയാൻ ട്രംപ് കാണിക്കില്ലെങ്കിലും അത്തരം രീതിയിലുള്ള ഉപകരണമൊന്നും തന്നെ ട്രംപ് നൽകില്ല എന്ന് ഉറപ്പ് തന്നെയാണെന്ന് പറയാം.